ഭാഗമെല്ലാം വിടുക. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടെന്ന് അത് പാടില്ല. വിശേഷിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവമക്കൾ നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഈർഷ്യയും പിണക്കവും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. രമ്യതപ്പെട്ടോണം, നിരപ്പായിക്കോണം. സ്തോത്രം. വണങ്ങരുത്, വഴക്കൊന്നും ഉണ്ടാക്കരുത്, അലോഗ്യമൊന്നും ഉണ്ടാക്കരുത്. ചില അലോഗ്യത്തിന്റെ സാധ്യതയാണ് നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറിയേക്കണം. വളരെ സൂക്ഷിക്കണം. ഈർഷ്യയും പിണക്കവും ഒന്നും പാടില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ അകത്തിൽ നിന്ന് 5 കൂട്ടം കാര്യം കളയണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. അപ്പൊ 5 കൂട്ടം കാര്യം അകത്തിൽ നിന്ന് കളയണം. ഇതൊന്നും അകത്ത് വെച്ചുകൊണ്ട് പെരുമാറരുത്. ഈർഷ്യയും പകയും പിണക്കവും ഇതെല്ലാം അകത്തിൽ നിന്ന് കളയണം. അത് വിഷയം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ 3-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഇടയിൽ ഈ പകയും പിണക്കവും ഒക്കെ ഇരിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കണ്ടമാനം ഇവര് അറിവെല്ലാം അങ്ങ് ജീർപ്പിക്കുക. ഇവർക്ക് ഏതാണ്ടെല്ലാം അറിയാമെന്നുള്ളൊരു ചിന്ത. അങ്ങനെയുള്ള ആത്മീയ ലോകത്തുള്ള ആൾക്കാരുണ്ട്. അവിടെ ലോകത്തിലുള്ള ഇരിപ്പും മരവും ഒക്കെ കണ്ട ഇവർക്കെല്ലാം അറിയാം, തികഞ്ഞ വരുന്ന. എന്നാൽ സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും അറിയത്തുമില്ല. ഇതുവരെ പൊതുവിൽ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല, സന്ദർഭോചിതമായി പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ചിലയിടത്ത് എന്നാൽ ചില പാസ്റ്റർമാരുടെ ഇരിപ്പും ഒക്കെ കണ്ടാൽ ഇവിടെ വലിയ വിലക്കേട്ടില്ല. ചിലയിടത്ത് എന്നാൽ സ്റ്റേജിലുള്ള ഇരിപ്പ് കണ്ട എന്തോ അതിന് പറയാനേ, എന്നാൽ പുള്ളിയോടെ ആശീർവാദം പറയാൻ പറഞ്ഞാൽ അത് തെറ്റിക്കുകയും ചെയ്യും. ആശീർവാദം പ്രാർത്ഥനയാകും, പ്രാർത്ഥന കണ്ണുനീരാകും, കണ്ണുനീര് പിന്നെ നിലവിളിയാകും. അറിയത്തില്ല. ഇരിപ്പും ഭാവവും കണ്ടാലോ ഏതാണ്ടെല്ലാം അറിയാമെന്നുള്ള ചിന്തയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു മരണ വീട്ടിലാണെങ്കിലും കല്യാണ ചുരുക്കൊക്കെ വാക്യം വായിക്കാൻ കൊടുത്ത് അന്നേരം തെറ്റിക്കുക. ആ വരവും പോക്കും ചയ്യും ഒക്കെ കെട്ടിയുള്ള ഇരിപ്പ് കണ്ടാൽ ഓർക്കും പൗലോസ് പോലും പുള്ളിയുടെ വെട്ടത്തിൽ. അപ്പൊ അഹങ്കാരമാണ്, അറിയാന്നുള്ള ചിന്ത. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ എപ്പോഴും പറയും, ഈ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, നമുക്കൊന്നും അറിയത്തില്ല. ഇത് കേൾക്കും തോറും ഓരോരുത്തരും കൂടെ കേൾക്കും തോറും എനിക്ക് മനസ്സിലാകുന്നത് അയ്യോ നമുക്കൊന്നും അറിയത്തില്ല. 2, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യോഗ്യതയില്ലാത്ത എനിക്ക് ഇത് കേൾക്കുവാനും അറിയുവാനും ഇത് ഗ്രഹിപ്പാനും ദൈവം ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു. ഈ വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യമുണ്ട്. ഇതിനകത്ത് എന്തെല്ലാം കാര്യം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. ചില വിഷയം കാര്യം മറച്ചു ദൈവം എല്ലാം ഒന്നും മനസ്സിലാക്കി തന്നിട്ടില്ല. ചിലരുടെ ആ പോക്കും പാവം കണ്ട ഇവർക്ക് എല്ലാം അറിയാം. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കൊരിന്ത്യർ ലേഖനം ഓടിച്ചു പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. അതങ്ങ് പെട്ടെന്ന് വായിച്ചു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് പിന്നെ ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പിന്നെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ വഴിയും ഉണ്ടാകും. ശ്രദ്ധിക്കുക. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. 10-1 വായിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിന് സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആകാരം നിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറകളല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യം. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നിട്ട് 11-ാം 12 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ സൂക്ഷിക്കണം. ഇതെല്ലാം പറഞ്ഞാണ് 13 പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ചരിത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഭിഷേകമൊക്കെ പ്രാപിച്ച് തിരുമേശയൊക്കെ എടുത്ത് കൂട്ടായ്മ ആചരിക്കുക. പക്ഷേ ഇവരിൽ പലരും പട്ടുപോയി. മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവരെ മരുഭൂമി തെള്ളിക്കിട്ടും.
അങ്ങനെ ഒരു പട്ടുപോകാൻ പല കാര്യമുണ്ട്. പ്രധാനമായിട്ട് 5 കാര്യം അവിടെ 5 കാര്യം രേഖപ്പെടുത്തി. 5 കാര്യം. അതിലൊന്ന് ദുർമോഹം. അവര് മോഹിച്ചതുപോലെ നിങ്ങൾ ദുർമോഹികൾ. വായിച്ച വാക്യം 6-ാം വാക്യം മുതൽ 6-ാം വാക്യം മുതൽ വായിച്ചു. 10:6. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന്. പക്ഷെ ഈ ദുർമോഹം അത് പാടില്ല. ഒത്തിരി മോഹങ്ങളൊന്നും അകത്ത് വെച്ചോണ്ടിരിക്കരുത്. ചെല്ലങ്ങ് സ്വപ്നം കാണുക. അത് പുതിയ ഉപദേശക്കാരുമുണ്ട്. അവർ പറഞ്ഞ നമ്മൾ സ്വപ്നം കാണണമെന്ന ദുരുപദേശത്തിന്റെ ഒരു വകഭേദമാണ് സ്വപ്നം കാണുന്നത്. കാരണം യൂദായുടെ രംഗത്ത് വയ്ക്കുന്ന ഒരു സ്വപ്നാവസ്ഥയിലായെന്ന പത്രോസും യൂദയും കൊടുത്തിരിക്കുന്ന അവര് സ്വപ്നാവസ്ഥയല്ല, ചുമ്മാ ഇരുന്ന് സ്വപ്നം കാണുക. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ദൈവമക്കൾക്ക് അത് പാടില്ല. ഇപ്പൊ പുതിയ ഉപദേശക്കാരെങ്ങനെ നമ്മളെ അമ്മാമ്മയെ നമുക്കൊരു വീട് കിട്ടുന്നെങ്കിൽ നമ്മൾ ആ വീട് പിന്നെ വേറൊന്നും കാണാനില്ല. നമുക്കൊരു വണ്ടി കിട്ടുകയാണെങ്കിൽ നമ്മളത് ആരോട് പറയാൻ? ദൈവത്തിന്റെ മഹത്വം. അത് ഇവിടെ ദുർമോഹം, ആവശ്യമില്ലാത്ത മോഹങ്ങള്. ദൈവമക്കളോട് ഒരു കാര്യം പറയുക, ഇങ്ങനെയുള്ള മോഹങ്ങൾ, രാഗങ്ങൾ, ആഗ്രഹങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിനെ പിടിച്ചടക്കണം. സ്തോത്രം. ഈ ദുർമോഹം എല്ലാവർക്കും ഉള്ളതാണ്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ. ആവശ്യമില്ലാത്ത മോഹങ്ങൾ, രാഗങ്ങൾ, ആഗ്രഹങ്ങൾ പാടില്ല. അതിനെ പിടിച്ചടക്കി ദൈവമക്കൾ അതിനെ ജയിക്കണം. അങ്ങനെയൊക്കെ മോഹങ്ങൾ അകത്ത് കയറിയാൽ നമ്മുടെ സ്വസ്ഥത കെടും. സ്തോത്രം. ഒന്ന് ദുർമോഹം, താഴെ കൊണ്ട്. 2 വിഗ്രഹാരാധന. അവര് ചിലർ വിഗ്രഹാരാധികൾ ആയതുപോലെ വായിച്ചോ. നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 പരസംഗം, 4 പരീക്ഷിച്ചു, ദൈവത്തെ പരീക്ഷിക്കുക, 5 പിറുപിറുപ്പ്. അപ്പൊ ശ്രദ്ധിക്കുക, ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കുന്നു, പിറുപിറുപ്പ്. ഇത് നമുക്ക് പാടില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ മരുഭൂമിയിൽ പട്ടുപോയത്. ഒരു കാര്യം ദൈവമക്കളോട് പറയുക, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ മരുഭൂമിയിൽ പട്ടുപോകും. ആവശ്യമില്ലാത്ത മോഹങ്ങളും ആഗ്രഹങ്ങളും അതിനെ അങ്കുരിച്ചു വരുമ്പോൾ അതിനെ പിടിച്ചടക്കണം. പിടിച്ചടക്കിയില്ലെങ്കിൽ നീ മരുഭൂമിയിൽ പട്ടുപോകും. ചിലരെ ധരിക്കുന്ന പെന്തിക്കോസ് വരുന്ന വലിയ വീട് വെക്കാനും വണ്ടി മേടിക്കാനും, അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. വസ്തു മേടിക്കാനും വിദേശത്ത്, അതല്ല പെന്തിക്കോസ് വന്നത്. എന്റെ ഭാഷ ഞാൻ പറയാം, ഈ മാർഗത്തിൽ വന്നത് നിത്യതയിലെത്താനാ. നിത്യതയിലെത്തുന്നതിന് മുൻപായിട്ട് ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനുമാണ്. അതിനായിട്ട് കടുപിടി ഒന്നും കൂട്ടണ്ട. നിനക്ക് ആവശ്യമുള്ളതൊക്കെ നടത്തി തരുക ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ദുർമോഹം ഇത് പാടില്ല. വിഗ്രഹാരാധന അതും പാടില്ല. ദൈവത്തിന് മഹത്വം. ഇവരെ ഈ വിഗ്രഹാരാധനയും പരസംഗവും ദൈവത്തെ പരീക്ഷിച്ച സംഭവം സംഖ്യാപുസ്തകം 25 ഇവര് ഷിത്തീമിൽ വന്ന് ജനം പാർക്കുക. വായിച്ച 25-1, 25-1, സംഖ്യ 25-1. പെട്ടെന്ന്. ഇസ്രായേൽ മക്കളെ ഷിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായിട്ട് പരസംഗത്തിൽ ഏർപ്പെട്ടു. അടുത്ത വാക്യം. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അതിനായി പരസംഗത്തിലകപ്പെട്ടത്. ഇവര് ഷിത്തീമിൽ വന്ന് പാർക്കുമ്പോൾ ഈ ഷിത്തീമിലുള്ളവര് മോവാബ്യരെ, ജാതികള് ഇവരെ ക്ഷണിച്ചു. ഇപ്പോഴും അങ്ങനത്തെ പെന്തിക്കോസുകാരുണ്ട്. ഓണക്കളിക്ക് പോകുന്നവരുണ്ട്, ഓണം ഉണ്ണാൻ പോകുന്നവർ ഉണ്ടാച്ചായിരിക്കും മിക്കതും ഇരിക്കുന്നത്. ഉപവാസമായതുകൊണ്ട് കുഴപ്പമില്ല. മിടുക്കരായ ബന്ധുക്കോസുകാർ വീട്ടിലുണ്ടാക്കിയാൽ അനിയത്തെയും ചേട്ടത്തെയും ബന്ധുക്കോസിൽ അല്ലെങ്കിൽ അങ്ങോട്ടങ്ങ് പോകും. അപ്പൊ ഇവിടെ വെക്കുകയും വിളമ്പുകയും വേണ്ട, നമുക്കുള്ളത് കിട്ടുകയും പോകും. അങ്ങനെയുള്ള ബന്ധുക്കോസുകാരുണ്ട്. സ്തോത്രം. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ബന്ധുക്കോസുകാരുണ്ട്, ഉണ്ട്. ഓണം ആഘോഷിക്കുന്നവരും
ഉണ്ട്. നല്ല മുഴുത്ത ഗുരുവായൂർ പപ്പടം, ഉപ്പേരിയും ശർക്കര വരട്ടിയും കളിയടയ്ക്ക. ഏനോ ആർക്കും ഒന്നും അറിയാൻ മേല, ഇല്ല പാവത്തങ്ങള്. സ്തോത്രം. ഓണത്തിന്റെ തൂഷണിനെയൊക്കെ വെട്ടിയിട്ടേ ഇലക്കകത്ത് ഉണ്ണരുതെന്നോ ഉപ്പേരിയോ ഇത് കഴിക്കരുതെന്നല്ല പറഞ്ഞത്, ഈ ചടങ്ങ് പാടില്ലെന്നായി പറഞ്ഞത്. അന്നേ ദിവസം ഒരു പ്രത്യേക നാം വേർപെട്ട് വയ്യ മക്കളാ. ഇവരെ ശുദ്ധീമിൽ വന്ന വാക്കുക ഇസ്രായേൽ മക്കള്. അപ്പൊ മോവാബിലുമായിട്ട് ഇവർ ഇടപെടാൻ തുടങ്ങി. ഇവരോട് കർക്കശമായി പ്രമാണം കൊടുത്ത് നിങ്ങൾ ചെന്ന് കയറുന്ന നാട്ടിലെ ജാതികളുമായി യാതൊരു അവരുടെ ഒന്നും കണ്ടു പഠിക്കരുതെന്നാ പ്രമാണം. അവരുടെ ആചാരങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ പിന്തുടർച്ചയാകട്ടെ മാമൂലാകട്ടെ അവര് പല കാര്യം ചെയ്യും. പ്രമാണമില്ലാത്തവരാണ്. പ്രമാണമില്ലാത്തവർ ചെയ്യുന്ന കണ്ടോണ്ട് പ്രമാണമുള്ള നീ അത് പാടില്ല. ഇത് കർക്കശമായ പ്രമാണമാ. ഇതിപ്പോ അവരെക്കാളും താല്പര്യം നമ്മക്കാ. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ അമ്മാമ്മ ഉപ്പേരി വരത്തില്ലേ, ഓണമായിട്ട് ശർക്കര വരട്ടി നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. ക്രിസ്മസിന് കേക്ക് ഇത്തവണ നിങ്ങൾ കേക്ക് മേടിച്ചില്ലേ? നല്ല കവള നിറച്ച് കഴിക്കുകയും ചെയ്യും. സ്തോത്രം. ഇവര് മോവാബിലുമായിട്ട് ഇടപെട്ടുന്നത് ഇത് വേർപാടിന്റെ ഉപദേശമാണ്. കർക്കശമായ ഉപദേശമാണ് വേർപാട് ഉപദേശം. ദൈവമക്കൾ വേർപാട് പാലിച്ചേ വെക്കൂ. അപ്പോൾ ഇവര് മോവാബിലുമായിട്ട് ഇടപെട്ടു. അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവര് ചെന്നു, അത് തന്നെ പൊഴഞ്ഞു. ചെല്ലുക മാത്രമല്ല, ഭക്ഷിക്കുകയും ചെയ്തു. 3 അവരുടെ ദേവന്മാരെ വണങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഇവര് ദൈവത്തോട് പാപം ചെയ്തു. സ്തോത്രം. അങ്ങനെ പാപം ചെയ്തപ്പോൾ ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല അടുത്ത വാക്യം വായിച്ചാട്ട്, അടുത്ത വാക്യം ഇസ്രായേല് ബാൽപെയോറിനോട് ചേർന്ന്. ബാൽപെയോർ ആരാ ഈ ബാൽപെയോര്? ബിലെയാം. 106 സങ്കീർത്തനത്തിന്റെ 28 വായിച്ച്. സങ്കീർത്തനം 106ന്റെ 28 പെട്ടെന്ന്. അനന്തരം അവര് ബാൽപെയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ഈ സംഭവം അവിടെ കൊടുത്തിരിക്കുന്നത്. അനന്തരം അവര് ബാൽപെയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. അപ്പൊ ഇത് പ്രമാണമില്ലാത്ത വിഷയമാണ്. ഇത് പോയി ഇവര് ഭക്ഷിച്ച് പാനം ചെയ്ത് കഴിച്ചു. ബാൽപെയോർ എന്ന് പറഞ്ഞാൽ ബിലിയാമിനോട് ചേർന്ന് പറഞ്ഞാൽ അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും. അതായത് ഉപദേശം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുക്കുന്ന നീയെ ജീവിത അനുഭവങ്ങളിൽ പെടാത്തൊരു ബന്ധുത കൂടാൻ പ്രമാണമില്ലെന്നുള്ളതാ പുസ്തകത്തിലെ പ്രമാണം. സ്തോത്രം. ഇപ്പൊ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാശും പുത്തനും ഒക്കെ നോക്കി കാര്യമൊക്കെ അങ്ങ് നടത്തുക. അവിടെ ഞാൻ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. സഭകളിലും അങ്ങനെ കാശും പിടിപ്പുമുള്ള ആളുടെ പിള്ളേർ ചെയ്താൽ വലിയ കുഴപ്പം ഇല്ല. പിന്നെ ബലഹീനതയാണ് പറയുന്നത്. ആ പരുവത്തിന് അല്ലാത്തവരാണെങ്കിൽ ഉടനെ നമ്മൾ അടിയന്തര കമ്മിറ്റി കൂടി ഉടനെ നടപടി എടുക്കും. എന്ത് മേളമാണ് നടക്കുന്നത്? എന്നാ പിന്നെ മറ്റേ വിഷയത്തിലൊന്നും എടുത്തേ. അതുകൊണ്ട് പഴമക്കാർ പറഞ്ഞില്ല, ചോരയുള്ള നായരെ കാണുമ്പോൾ അന്നേരം പേടിക്കും. ആട്ടെ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തോ പരുവക്കേടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലൊന്നും നിൽക്കുന്നില്ല. നമുക്ക് ആ വിഷയം വിട്ടൊക്കെ എന്തിനാ അലോക്യം ഉണ്ടാക്കുന്നത്? ആകെ ഒരു നേരത്തെ യോഗത്തിന് വന്നിട്ട് വഴക്കുണ്ടാക്കി പോകണ്ട. ദൈവത്തിന്റെ മഹത്വം. ഇവര് ബാൽപെയോറിനോട് ചേർന്നു, ബിലിയാമിനോട് ചേർന്നു. ബിലിയാമിന്റെ ഉപദേശം എന്തുവായി? ബിലിയാമിന്റെ ഉപദേശം അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. അതാ ബിലിയാമിന്റെ ഉപദേശം. അതായത് ഇവര് പോകാൻ നേരത്ത് ഉപദേശം പറഞ്ഞേച്ചു പോയി. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഇവരെ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് ഇവര് മരുഭൂമിയിൽ പാട്ടുപോയി. ദൈവമക്കൾ കർക്കശമായ ഉപദേശത്ത് നിൽക്കണം.
ഇവര് ശിത്തീമിൽ വന്ന് മോവാബിലുമായിട്ട് ഇടപെട്ട് പരസംഗം ചെയ്തു. ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഇവര് പോയി ഭക്ഷിച്ചു പാനം ചെയ്ത് ദേവന്മാര് വണങ്ങി നമസ്കരിച്ചു. ഈ സന്ദർഭത്തിൽ മോശയും അഹരോനും എല്ലാം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞു വിലപിച്ചിരിക്കുമ്പോൾ ഒരു ഇസ്രായേല്യൻ ഒരു മിദ്യാന്യ സ്ത്രീയുമായിട്ട് നേരെ പാളയത്തിലോട്ട് വന്നു. അവന്റെ പേര് സിമ്രി, അവളുടെ പേര് ഹോസ്ബി. അവളാണെങ്കിൽ ഒരു മിദ്യാന്യ പ്രഭുവിന്റെ മകളാ. യവനാണ് ശിമിയോൻ ഗോത്രത്തിൽ ശാലുവിന്റെ മകനാ. രണ്ടും നല്ല കനമുള്ള വീട്ടിലെയാ. മറ്റൊരു ജാതിയാന്ന് ഉള്ളു പിടിപ്പുണ്ട്. ഇത് പെന്തിക്കോസാന്നേ ഉള്ളു, അതും പിടിപ്പുള്ളതാ. അപ്പൊ അവർക്ക് എന്തും ആകാമല്ലോ. അന്നും അങ്ങനെ അവർക്കെന്തും മിണ്ടുന്നില്ല. അറിയാൻ മേലാത്തതാണോ, എന്നെ പൊട്ടം കളിപ്പിക്കുന്നതാണോ, അവർക്കെന്തും ആകാം. കാരണം അവന് ഒരു പ്രഭുവിന്റെ മകനാ, ശിമിയോൻ ഗോത്രത്തിൽ, കുറഞ്ഞ പുള്ളിയല്ല. അവനാണെങ്കിൽ ഒരു വായിക്ക് എന്നെ നോക്കിയിരിക്കാറ വായിച്ചതാ. തന്നെ വായിക്കാന്നോ? കണ്ടില്ലേ? സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മെദ്യാനിയ സ്ത്രീയെ കൊണ്ടുവന്നു. അതിന് കണ്ടുപിടിക്കുന്നില്ല. എലിയാസിന്റെ മകൻ ഫിനേഗാസ് അത് കണ്ടപ്പോൾ കയ്യിലൊരു കുന്തമെടുത്ത് തീക്ഷണതയോടെ അവനെ കുത്തിത്തുള്ള. പക്ഷെ അവനെ പറ്റി ചരിത്രം എടുത്തിരിക്കുന്നത്, അവനെ പറ്റി എടുക്കുന്ന അവൻ ശിമിയോൻ ഗോത്രത്തിൽ പ്രഭു ആകുന്ന സാലുവിന്റെ മകൻ. വായില് ആ കണ്ണി താഴത്തെ കണ്ണിയേക്കുന്നുണ്ട്. അവന്റെ പേര് സിമ്രി. പിന്നെ അവൻ ശിമിയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിന്റെ മോനാ. അപ്പൊ ഇവൻ ശിമിയോൻ ഗോത്രത്തിൽ പ്രഭുവായ സാലുവിന്റെ മകൻ, പ്രഭുവിന്റെ മോനാ. അടുത്തത് ഹോസ്ബി. വായിച്ചോ. അവളൊരു മിദ്യാന്യ ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂറിന്റെ മകളായിരുന്നു. അപ്പൊ ഇവളും പ്രഭുവിന്റെ മോളാ. അവള് മിദ്യാന ഗോത്രമാണെന്നുള്ളൂ, മിദ്യാനാന്നുള്ളൂ. പക്ഷെ കുറഞ്ഞ കേസല്ല. അവള് പ്രഭുവിന്റെ മകളും ഇവൻ പ്രഭുവിന്റെ. അപ്പൊ അവർക്കെന്തും ആകാമല്ലോ. സഭയിലും അങ്ങനെ ഇല്ലേ? സഭകളിലും അങ്ങനെ. അവളും പ്രഭുവിന്റെ മോള്, അവനും പ്രഭുവിന്റെ മകൻ. അപ്പൊ അവർക്കെന്തും ആകാം. അത് നമ്മൾ സോപ്പിട്ട് അത് വിശുദ്ധമാക്കുക. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സ്ഥലമൊന്നും പറയുന്നില്ല, സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആള് വിവാദം നടത്തിയപ്പോൾ കേസ് നമുക്കറിയാം. ഈ ചെറുക്കനെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാ. അവിടെ വെച്ച് അവള് രക്ഷിക്കപ്പെട്ടതൊന്നും അല്ല. വലിയ അടുപ്പത്തിലായി. ഒറ്റവാക്കിന് അങ്ങനെ പറയുന്നുള്ളൂ. അവസാനം വഴിവിട്ട് ഇവന് തടി ഊരണം. അപ്പൊ ഇവന് എങ്ങനെയും അപ്പൊ വേറെ അമേരിക്ക കേസ് വന്ന് കല്യാണം. അത് അവൾ അറിഞ്ഞപ്പോ അവള് പറഞ്ഞു, അപ്പന്റെ മോന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവുമെന്ന്. വെട്ടിനകത്തായി. അപ്പൻ സഭയുടെ സെക്രട്ടറിയാ അന്ന്. അപ്പന്റെ മോന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ട് നിന്നെ അങ്ങനെ ഞാൻ ജീവിക്കാനൊന്നും വെട്ടിനകത്തായി. ഒടുവിൽ അവളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. വെട്ടിനകത്തായി. കല്യാണത്തിന്റെ തലേന്ന് കൊണ്ട് മുക്കി. അവളെ മുക്കിയെന്നല്ല, അവളെ സ്നാനപ്പെടുത്തി. പിറ്റേന്ന് കല്യാണം നടക്കുക. ഞാനും ഉണ്ട് ആ കല്യാണത്തിന്. സ്റ്റേജിൽ നിന്നില്ല. വലിയ പ്രഗത്ഭന്മാരായ മാസ്റ്റർമാരിരിക്കുക. നമ്മള് പ്രീത അവിടെ കയറി. ഭയങ്കര കല്യാണം. അവൾ കല്യാണം നടത്താൻ വന്ന പ്രധാനപ്പെട്ട ഉപദേശി പറയുക, അത് അറിയാവുന്നവരെല്ലാം ഇരുന്ന് ചിരിക്കുക. അന്ന് ഈ പൊട്ടൻ ഇത് അറിഞ്ഞേച്ച് വേണ്ടേ പറയാൻ. പുള്ളി പറയുകയാണ്, ഇന്നത്തെ നിയുക്ത വധുവിനെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകയായിട്ട് വിശ്വാസത്തിന് വേണ്ടി നടന്ന കാര്യമാ പറഞ്ഞ. മെയിൻ ബോസ് ഇന്ന് രാവിലെ ഞാൻ പുള്ളിയെ കണ്ടു. സംസാരിച്ചില്ല. പുള്ളി വണ്ടിയാൽ അങ്ങോട്ട് പോകുന്നു, ഞാൻ വണ്ടിയാൽ.
അപ്പൊ ഇത് അറിയാവുന്ന ആൾക്കാരെല്ലാം ഇരുന്ന്, പെണ്ണിന്റെ വീട്ടുകാരെല്ലാം ഓർത്തഡോക്സുകാർ, അവരെല്ലാം കുനിഞ്ഞിരുന്ന് ചിരിക്കുക. ദൈവമേ, പെരുന്തള്ളനെല്ലാം നിന്ന് ന്യായമല്ലേ? പുള്ളി എന്ന് പറയാ, ഈ നിയുക്ത വധുവിനെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഈ വിശ്വാസത്തിന് വേണ്ടി ഏകമായിട്ട് അവളും ഹൃദയത്തിൽ ചിരിക്കുക. ഈ പൊട്ടൻ അല്ല, കല്യാണത്തിനൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത്, ഒന്ന് നേരത്തെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഈയിടെ ഒരുത്തൻ എന്നോട് പറഞ്ഞ, അച്ഛാൻ കല്യാണം നടത്തി തരണം. ഞാൻ ചോദിച്ചേട്ടാ എന്തെങ്കിലും കുഴപ്പമാണോ ചോദിച്ചു. നിങ്ങൾ തമ്മിൽ നേരത്തെ അല്ല അറിയണം, അറിഞ്ഞു പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ പറയും ഇല്ലേ? ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ടു, മനസ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ടു, അവര് മാതാപിതാക്കളോട് പറഞ്ഞു, വീട്ടുകാർക്കും ഇഷ്ടമാണ്, കല്യാണം നടത്തുന്നെങ്കിൽ അത് തെറ്റൊന്നുമില്ല, അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രണ്ടും ഇഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്കും ഇഷ്ടമാണ്, കുടുംബക്കാർക്കും ഇഷ്ടമാണ്. അപ്പോൾ സഭയുടെ ചുമതലപ്പെട്ടവർ പറഞ്ഞു കല്യാണം, അപ്പം അത് നടത്തില്ല. പക്ഷെ അറിയണം, രണ്ടുപേരുടെ പാർക്കിലെല്ലാം പോയി ഐസ്ക്രീം ഒക്കെ ഉണങ്ങേ ചെടിയുടെ പമ്മി ഇരുന്നേച്ചാ നടത്തോ ഇല്ലെന്ന്. മക്കളെ, നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നേ? അത് അറിയാതെ കയറി പറയുമ്പോൾ പിന്നെ അബദ്ധമാകും. അതുപോലെ മരണ വീട്ടിൽ ചെല്ലുമ്പോഴും അങ്ങനെ ചത്തു കിടക്കുന്ന തള്ള ഈ അമ്മച്ചി ഓർക്കുമ്പോൾ ദൈവത്തെ ശ്രദ്ധിക്കുന്നത് പോലൊരു അമ്മച്ചി മരുമകളെ പൊരിപ്പിച്ച വാർതാൻ തള്ളയായിരിക്കും. അവൾ അടുത്തിരിപ്പുണ്ട്, കുപ്പി വെള്ളം എടുത്ത് എൻ്റെ തലയ്ക്കടിക്കും. നാട്ടുകാർക്ക് ഒരു ഗുണം ചെയ്യാത്ത തള്ളയായിരിക്കും. നമുക്ക് ചിലപ്പോൾ 10 രൂപ തന്നായിരിക്കും, അത് വെച്ചാ നമ്മൾ അനത്തുന്നത്. ഇതുപോലൊരു അമ്മച്ചി തള്ള ഒരു കോഞ്ഞാട്ട് പോലും അയലത്തുകാർക്ക് കൊടുത്ത തള്ളയല്ല. തൊണ്ണാൻ കുത്തിയത് പോലും നമ്മൾ കയറി അമ്മച്ചി നല്ല കനവാന്ന് പറയാമെന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, എന്നോടുള്ള ബന്ധത്തിൽ അമ്മ വളരെ അങ്ങനെ പറയുന്നതാണ്, തല്ലുകൊള്ളാതെ പോരാ. അപ്പം മരണ വീട്ടിലും കല്യാണത്തിനും ഒക്കെ കുറച്ച് കാര്യം ഒന്ന് നേരത്തെ അറിയുന്നത് നല്ലതാ. പണ്ടൊരു രാഷ്ട്രീയ പ്രവർത്തകൻ യാത്ര ചെയ്തു വന്ന രാഷ്ട്രീയക്കാർ അങ്ങനല്ലേ, ഒരു മരണം വീട്, അപ്പൊ അവര് ജനപ്രതിനിധിയല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് കയറി. അപ്പൊ ഇത് ചോദിക്കാനും അറിയാനും ഒക്കെ ഒത്തില്ല. പുള്ളി കയറിയ ചെന്നുടനെ ജനപ്രതിനിധികൾക്ക് പല കാര്യങ്ങളല്ലേ, ഉടനെ തന്നെ മൈക്ക് കൊടുത്തു. പുള്ളി പറഞ്ഞു, ഈ വാത്സല്യ അപ്പച്ചനെ ഓർക്കുമ്പം എനിക്ക് ഒത്തിരി ബഹുമാനമുണ്ട്. കാരണം ഞാൻ ഈ വഴി എപ്പോഴും കടന്നുപോകും, ഞങ്ങൾ തമ്മിൽ മണിക്കൂറുകളോളം സംസാരിക്കുകയും രാഷ്ട്രീയമായും അല്ലെങ്കിൽ ഈ നാടിന്റെ കാര്യങ്ങളും പുരോഗതിയും ഒക്കെ അപ്പച്ചൻ ധാരാളം പറയുമായിരുന്നു. ഞങ്ങൾ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനെ പോയപ്പോൾ ഞങ്ങൾ ഏറെ സമയം ഇരുന്ന ജനം മുഴുവൻ ചിരിക്കുക. കാരണം എന്നാ, ഈ അപ്പച്ചൻ സംസാരിക്കത്തുമില്ലായിരുന്നു, ചെവിയും കേൾക്കാറില്ലായിരുന്നു. അത് പുള്ളിക്കൊട്ട് അറിയത്തുമില്ലായിരുന്നു. അപ്പച്ചൻ സംസാരിക്കത്തുമില്ല, അപ്പച്ചൻ ചെവി ജന്മന. പുള്ളി പറയാ, ഞാൻ എപ്പോഴും വരുമ്പോ അപ്പച്ചനുമായിട്ട് വെട്ടിനകത്ത് വീണാണ്ടോ? അല്ല, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളു. ദൈവത്തിന് മഹത്വം. വളരെ ശ്രദ്ധിക്കണം. ഇവര് മോബാബിലുമായിട്ട് ഇടപെട്ട്, അവന്റെ പേര് സിമ്രി, അവരുടെ പേര് ഹോസ്ബി. പാളയത്തിനകത്തോട് കൊണ്ട് ആരും മിണ്ടിയില്ലല്ലോ, ഒരുത്തരും മിണ്ടിയില്ല, മോശം മിണ്ടിയില്ല, മോശ അനങ്ങിയില്ല. മോശ അനങ്ങാഞ്ഞ മോശ അതിനും എത്രയോ വർഷം മുമ്പ് കെട്ടിവെച്ചിരിക്കുക മിഡിയാനിസറിയെ. അതുകൊണ്ട് സിമ്രിയെ ഇവിടെ ഏതാന്ന് ചോദിച്ചാൽ അവൻ ചോദിക്കും, അച്ഛാ അതേതാ അച്ഛാ? സിപ്പോറെ ചൂണ്ടിക്കൊണ്ട് പറയും. മനസ്സിലായില്ല. സിമ്രി ചോദിക്കുക, സിമ്രിയോട് മോശ ചോദിക്കുക ഇവിടെ ഏതാന്ന് ചോദിച്ചാൽ അവൻ പറയാം, അത് പറയാ അതാരാന്ന് ആദ്യം. അത് മോശ നല്ല ബുദ്ധിമാനാ, മോശം. പക്ഷേ അവിടെ അഗരോപുരോഗത്തിന്റെ മകനാകുന്ന എലിയാസ് എന്ന മകൻ ഫീനേഗാസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ, അവൻ തീക്ഷണതയുള്ളവനാ. എല്ലാരും ബന്ധിക്കോസ് ആണെങ്കിലും അവൻ തീക്ഷണതയുള്ളത് 1-2 കാണുള്ളൂ. അപ്പം ബന്ധിക്കോസ, അമ്മ ബന്ധിക്കോസ, വല്യമ്മ ബന്ധിക്കോസ, വല്യപ്പ ബന്ധിക്കോസ, സഹോദരങ്ങളൊക്കെ ബന്ധിക്കോസ. ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ഈ സഭയിൽ അതൊക്കെ അഭിനന്ദിക്കുന്നു. പക്ഷെ അവിടെ തീക്ഷണതയുള്ളത് ചിലരൊക്കെ ഉള്ളൂ. അവര് ആ ദൈവം കരുത്തിലെടുക്കുന്നത്. എല്ലാം ബന്ധിക്കോസാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം നോക്കുന്നത് തീക്ഷണതയോടെ നിൽക്കുന്ന ആരൊക്കെ ഒന്നല്ല.
പുരോഹിതന്റെ മകനാകുന്ന എലിയാസിന്റെ മകനാകുന്ന ഫിനെഹാസ് ഉള്ളിൽ തീഷ്ണത ജ്വലിച്ച് യഹോവ തീഷ്ണൻ. അവൻ തീഷ്ണത ജ്വലിച്ച് പെട്ടെന്നൊരു കുന്തമിട്ട് തന്തപ്പുരത്തിനകത്ത് കയറി അവൻ ഈ കൃത്യ വിലോപം കാട്ടിയ ഹോപ്സിയെയും സിമ്രിയെയും ഉദരം തുളയുമെന്ന് കുത്തിക്കടത്തി അടുത്ത വാക്യത്തിൽ ഭാരമാറി. എന്നെ കേൾക്കുന്നവരെ, നിന്റെ കുടുംബത്തിന്റെ ഭാര മാറണമെങ്കിൽ ശുദ്ധീകരണം നടക്കണം. സഭയോട് ബന്ധപ്പെട്ട് ഭാരകൾ മാറണമെങ്കിൽ സഭയ്ക്കകത്ത് ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. വ്യക്തി ജീവിതത്തിൽ വിടുതലുണ്ടാകണമെങ്കിൽ വ്യക്തിപരമായി ശുദ്ധീകരണം ഉണ്ടാകണം. എവിടെ ശുദ്ധീകരണമുണ്ട് അവിടെ വിടുതലുണ്ട്. അങ്ങനെ ഭാരമാറിയെന്ന ഈ വിഷയമാണ് ഇവരെ പട്ടുപോകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കുന്ന പിറുപിറുപ്പ്, ദൈവം എടുക്കുന്ന പാപമാ പിറുപിറുപ്പ്. വിശേഷിച്ച് നമ്മുടെ ഇടയിൽ എല്ലാവർക്കും പിറുപിറുപ്പാ. അത് വലിയ മഹാപാപമാണ്. 7-ാം കൽപ്പന ലംഘിക്കുന്നത് പോലെ തന്നെ പിറുപിറുപ്പ് പാപമാണ്. എന്തുവാ ഈ പിറുപിറുപ്പ്? ഞാൻ എപ്പോഴും പറയും, ഈ കിട്ടാത്തതിന് ഇരുന്ന് അങ്ങ് കൂവിച്ചാൻ കരച്ചില്ല. എടാ, കിട്ടിയതിന് ആദ്യം നന്ദി പറ. അതല്ലേ ചെയ്യണ്ടേ? ലഭിച്ചതിന് ആദ്യം ദൈവത്തിന് നന്ദി പറ. ഇത് ഇപ്പോഴും നന്ദി എന്ന് പറയുന്നതില്ല. പിന്നെ ഞാൻ തന്നില്ല ഞാനെപ്പോഴും പറയും, നമ്മുടെ പ്രാർത്ഥനയെല്ലാം മുട്ടനാട് കരയാൻ പോലെ. തരണമേ, വിടുവിക്കണമേ, ആട് കരയുന്ന പോലെ യോഗത്തിന് വന്ന് സൗഖ്യമാക്കണമേ, രക്ഷിക്കണമേ, മുട്ടനാട് കരയുമ്പോൾ ഇരുന്ന് കിട്ടാത്തതിന് ഇരുന്ന് പെറുപെറുക്കാതെ ആമേനെ ഞരങ്ങാതെ കിട്ടിയതിന് നന്ദി പറ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ഇതുവരെ ഈ ഭൂമിയിൽ നിന്നെ ശേഷിപ്പിച്ച് നന്ദി പറ. ദൈവം നിനക്ക് ആരോഗ്യം നൽകി ദൈവത്തിന് നന്ദി പറ. ദൈവം നിനക്ക് ഭക്ഷണം നൽകി പാർപ്പിടം വാടകയ്ക്കാന്നതിനും കയറി കിടക്കാൻ ഒരിടം ദൈവം തന്നില്ലേ? സ്തോത്രം. ആരോഗ്യത്തോടെ ഇവിടെ യോഗത്തിന് നടന്നു വരാനല്ലേ, വണ്ടിയെ വരുവാൻ, യാത്ര ചെയ്യുവാൻ ദൈവം ബലം തന്നില്ലേ? ഇതിനൊക്കെ ദൈവത്തിന് നന്ദി പറ. ഞാനൊരു കാര്യം പറയാം. എന്റെ അനുഭവത്തിന് എനിക്ക് ഒരു ഭാരവും ഇല്ല, ഇങ്ങനെയുള്ള ഒരു ഭാരവും ഇല്ല. പണ്ട് പ്രസംഗിച്ചപ്പോൾ ഒരു ആളെ പറഞ്ഞു, എന്നാ ഭാരപ്പെടാനാ, കുളിയും കഴിഞ്ഞ് ഞാൻ വേരോത്തായിട്ട് ഇറങ്ങിയാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞു, അല്ലേ, നിങ്ങൾ ആളറിയാതെ കയറി കൊത്തരുത്. നിങ്ങളെക്കാളൊക്കെ ഒത്തിരി വിഷയമുള്ള ആളാ ഞാനും. ഒത്തിരി ഉണ്ട്. നിങ്ങളിൽ പലരേക്കായാലും ഒത്തിരി നിരവധി അനവധി പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ ഞാനും പോകുന്നത്. പക്ഷെ അതൊന്നും ഭാരമല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്കൊരു വിഷയവും ഇല്ല. അങ്ങനെ അങ്ങോട്ട് ചിന്തിക്ക്, അങ്ങനെ ചിന്തിക്കും. ഞാനതുകൊണ്ട് ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുന്നതിന് കാരണം, എനിക്ക് എന്നെ കണ്ട വല്ല ശരീരത്തിന് ഭാരം തോന്നിക്കും, അല്ലാതെ ഭാരം വല്ലതും തോന്നിക്കുമോ? നല്ല ഏലായി. സ്തോത്രം. നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ എത്രയോ പേര് രാത്രി കൺവെൻഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കടത്തുന്നതിൽ എത്ര പേര് കിടക്കുന്നു? ഫാനില്ല, മെത്തയില്ല, നല്ല പോലെ ബെഡ്ഷീറ്റ് ഇല്ല, ഒന്നുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നിന്നെ നടത്തുന്നത്. യോഗത്തിന് വന്ന് പട്ടി മോങ്ങുമ്പോൾ ഇന്ന് മോങ്ങാതെ അങ്ങനെയുള്ളവരെ ദൈവം സഹായിച്ച് വിടുവിക്കട്ടെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിലും അതുപോലെ ആശുപത്രി ചെന്ന് മൂക്കിനകത്തൂടെ ട്യൂബിട്ട ലിക്വിഡായിട്ട് കൊടുക്കുന്നത്. അവര് ദൈവം വിടുവിക്കട്ടെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നിന്നെ നടത്തുന്നത്. എന്ത് ഭദ്രമായിട്ടാ. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ അവസരമില്ലേ? ഒന്നെങ്കിൽ മേടിച്ചല്ലേ വീട്ടിൽ പെരുമാറി. എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നടത്തുന്നത്. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഏറെ നാളായിട്ട് കിടക്കയിൽ കിടക്കുന്നുണ്ട്. ആരെങ്കിലും വസ്ത്രം മാറിയാ മാറി, എല്ലാം കിടപ്പിൽ കിടന്ന. അതൊക്കെ വെച്ച് നോക്കുമ്പം ഭിത്തിയെ പിടിച്ചാൽ മാത്രമൊന്നും പോകാൻ ദൈവം ആരോഗ്യം തരുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്ത്. കിട്ടാത്തതിനെല്ലാവരും പാട്ടി മോങ്ങുമ്പോൾ മോങ്ങാതെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക.
സ്വന്തമല്ലെങ്കിൽ ചിലപ്പോ കൂട്ടുവിശ്വാസികളുടെ വാടകയ്ക്ക് ഒരു വാഹനത്തിൽ കയറാനും ഇറങ്ങാനും ആർക്കോ ആരോഗ്യം ദൈവം തരുന്നില്ലേ? എത്രയോ പേര് വാക്കര നടക്കുന്നു, എത്രയോ പേര് മറ്റ് മനസ്സിലായത്തോടെ നിനക്കപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നിന്നെ നടത്തുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ, ഞാൻ സഹോദരിമാരോട് പറയാ, നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ അധികമായിട്ട് ദൈവത്തെ ശ്രദ്ധിക്കണം. ടിന്നിനകത്തൊക്കെ ഉണ്ടല്ലോ അല്ല, കാപ്പിപ്പൊടിയും പഞ്ചസാരയും കടുകും ഈരവോ ഉണ്ടല്ലോ അടുക്കളയില്, അതൊക്കെ ഇല്ലേ? ദൈവത്തെ ശ്രദ്ധിക്കണം. എത്രയോ ഭവനങ്ങളില് ഇപ്പോഴും